അയ്യോ ഞാൻ അങ്ങനെ ക്ഷമിക്കുന്ന ഒരാളാണ്. ഇപ്പം ഞാൻ ഭയങ്കരമായിട്ട് ക്ഷമിക്കാൻ മീൻസ് ഞാൻ പിന്നെ അവരുടെ അടുത്തേക്ക് പോവില്ല, അവരെ ദ്രോഹിക്കാൻ പോവില്ല, ദ്രോഹിക്കാനേ പോവില്ല, എൻ്റെ ലൈഫിലേക്ക് ഞാൻ എടുക്കൂല. പക്ഷെ ഞാൻ അവരെൻ്റെ അടുത്ത് ഒന്ന് സോറി പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് മറക്കും. അങ്ങനെ ചെയ്യരുത് കേട്ടോ, അങ്ങനെ ആരും ചെയ്യരുത്. കാരണം നമ്മൾ ഒരിക്കൽ അവർ ചതിച്ചിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും ചെയ്യും, അത് ഉറപ്പാണ്. പക്ഷെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ആരുടെ അടുത്ത് പിണങ്ങിയിരിക്കുന്ന ഇഷ്ടമല്ല. ഇപ്പം എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ചോ, ഞാനത് അറിഞ്ഞു എന്ന് വെച്ചോ, ഞാൻ അവരുടെ അടുത്ത് പിന്നെ ഞാൻ ആ വഴിക്ക് പോകില്ല. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. എന്ന് വെച്ചാൽ എന്നെ പറഞ്ഞ ആൾക്കാരുടെ അടുത്ത് പോലും ശരി അവനും ഞാൻ തിരിച്ചൊരു പണി കൊടുക്കുമെന്ന് വെച്ചാൽ ഞാൻ അവരുടെ പിന്നാലെ പോകുന്ന ഒരാളെ അല്ല. അത് എന്തേലും പറഞ്ഞ് പോട്ടെ പണ്ടാറടങ്ങാൻ ഞാൻ എൻ്റെ വഴിക്ക് പോകുന്ന ഒരാളാണ്. പക്ഷേ പിന്നെ അവരെൻ്റെ അടുത്തൊന്നും വേണം പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ അവരുടെ അടുത്ത് ശത്രുതയൊന്നും വെക്കൂല. എനിക്ക് വേണ്ട, നിങ്ങൾ അങ്ങനെ നിന്നോ, പക്ഷെ എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല, ഞാൻ ആ വഴിക്ക് അങ്ങ് വിടും. ഞാൻ ചതിച്ചവർക്ക് സെക്കൻഡ് ചാൻസ് കൊടുത്തിട്ടുണ്ടോ അപ്സര? സെക്കൻഡ് ചാൻസ് കൊടുക്കൂല. അത് ഒരിക്കലും അവരോടുള്ള ശത്രുത കൊണ്ടല്ല, ഭയം, പേടി വരും. എനിക്ക് പേടി വരും. അത് ആ ഒരു സാധനം ഞാൻ എന്നെ ഏറ്റവും അടുത്തറിയുന്ന ആൾക്കറിയാം. ഞാൻ ഏതെങ്കിലും ഒരു സ്ഥലത്തു നിന്ന് എപ്പോഴെങ്കിലും ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും മാറി നിന്നിട്ടുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്ത് എനിക്ക് തീരെ പറ്റാതെ ഇനി ഒരിക്കലും പറ്റില്ല, 1% പോലും, ഒരു 0.1% പോലും പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമേ ഞാനത് വിട്ടുപോകുള്ളൂ. അതുവരെ ഞാൻ അവിടെ കടിച്ചു തോന്നി പട്ടി പോലെ കിടക്കും. ഞാനത് വിട്ടുപോകുന്ന ഒരാളല്ല. പക്ഷെ തീരെ ഞാൻ പോയാ വെച്ചോ, ഇനി എനിക്കത് പറ്റില്ല, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയാണെന്ന് വിചാരിച്ച ആ ഒരു ഞാൻ അത്ര ചിന്തിക്കും, പോണോ, ഇത് വേണ്ടാന്ന് വെക്കണോന്ന് വെച്ചാൽ ഞാൻ അത്രയും അതിൻ്റെ നല്ലതും മോശവും ഞാൻ ചിന്തിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ പിന്നെ തിരിച്ചു പോകില്ല. പക്ഷേ ഈ ഡിവോഴ്സ് അല്ലെങ്കിൽ സെപ്പറേഷൻ എന്ന് പറയുന്ന കാര്യം, ഇതിനൊരു ലീഗാലിറ്റിയും കൂടി ഇൻവോൾവ് ആണല്ലോ. ഇത് വളരെ ടാസ്ക് പിടിച്ചൊരു കാര്യമാണെന്നും കൂടി കേട്ടിട്ടുണ്ട്. എളുപ്പമേ അല്ല ഇതിന്റെ പല സെഷൻസും കാര്യങ്ങളും എന്നുള്ളത്. പക്ഷെ അത് ചെയ്ത് കഴിയുമ്പോൾ ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു സ്വാതന്ത്ര്യം, സമാധാനമുണ്ട്. അപ്പം എങ്ങനെ ഇപ്പോൾ ഒരു ആള് ഞാൻ ഇതിനെ ലീഗലി ഞാൻ സെപ്പറേറ്റഡ് ആവാൻ തീരുമാനിക്കുകയാണ് അപ്സര എന്നൊക്കെ അപ്സര അടുത്ത് വന്ന് പറയുകയാണെങ്കിൽ അപ്സര ഇതിന്റെ ഒരു കോംപ്ലിക്കേറ്റഡ് അവസ്ഥേനെ എങ്ങനെയാ അവരോട് പറയുക? ഒരിക്കലും നമ്മൾ വിവാഹം കഴിച്ചിട്ട് സെപ്പറേറ്റഡ് ആയി നമ്മൾ ഡിവോഴ്സ് ആവാന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോസസ്സ് ഒട്ടും നമുക്ക് സന്തോഷവും സുഖം തരുന്ന ഒരു സാധനമല്ല. നമ്മൾ അവിടെ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു ഭീകര, ഇപ്പൊ റീസെന്റ് ആയിട്ട് പോലും എനിക്കൊരു ഒരു കാര്യത്തിന് എനിക്ക് കോടതിയിൽ പോവേണ്ടി വന്നു. അപ്പോൾ ഞാൻ അവിടെ പോയി നിൽക്കുമ്പോൾ കുറെ ആൾക്കാർ എന്നെ ഇങ്ങനെ നോക്കുക, ഇവരെന്തിനായിരിക്കും വന്നിട്ടുണ്ടാവുക, ഇവർക്കറിയില്ല ഞാൻ പോയ റീസൺ എന്താ. അപ്പം എനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ ഒരാൾക്കെതിരെ ചെറിയൊരു കേസിന് പോയതായിരിക്കും, ഓട്ടോ. പക്ഷെ അവിടെ നിൽക്കുമ്പോൾ ആൾക്കാർ നമ്മളെ നോക്കുന്ന രീതിയുണ്ട്. സീരിയൽ നടി ഇവള് കോടതിയിൽ വന്നു, അപ്പൊ വേറെ എന്തോ പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവിടെ ചെല്ലുമ്പോ ഇപ്പൊ ഒരു കോടതി തന്നെ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് നേരെ വരുന്ന ക്വസ്റ്റ്യൻസ്, നമ്മൾ തിരിച്ചു പറയേണ്ടി വരുന്ന മറുപടികള്, നമ്മൾ ഫേസ് ചെയ്യേണ്ട ആർഗ്യുമെന്റ്സ്, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്ന പൈസ, വിഷമം, ഇമോഷൻസ്, നമ്മൾ എത്രയോ കാലം നമ്മുടെ സ്വന്തം എന്ന് വിചാരിച്ചിരുന്ന ആൾക്കാര് നമ്മുടെ മുമ്പിൽ ശത്രുക്കളെ പോലെ ഇരിക്കുന്നത്, അതൊക്കെ എന്ന് വെച്ചാ. ഞാൻ നല്ല ഉർവശി മാമിന് ഇന്റർവ്യൂ എടുക്കുകയായിരുന്നു. അപ്പൊ അവര് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനും അവരും കുറെ നേരം സംസാരിച്ച കാര്യമാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കല്യാണത്തിൽ, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ് ഉണ്ടല്ലോ, അതായത് താലി കെട്ടി അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു വിശ്വാസത്തിന്റെ പുറത്തൊക്കെ അങ്ങനെ കല്യാണം ഒരു ചടങ്ങായി നടത്തുന്ന ആ കാര്യത്തിനോടുള്ള ഒരു ഇത് പോയിട്ട് ഒരു കമ്പാനിയൻ വേണം. ആ കമ്പാനിയൻഷിപ്പ് മാത്രം മതി. അതായത് കല്യാണം എന്ന് പറഞ്ഞാൽ ടാഗ് ചെയ്യാൻ ഒഫീഷ്യൽ പരിപാടി ആക്കേണ്ട കാര്യമില്ല, ഒരാൾ വേണം. പക്ഷെ ഈ പറഞ്ഞ പരമ്പരാഗത കാര്യത്തിനോടൊരു വിയോജിപ്പുണ്ട്. അങ്ങനെ വെച്ചാൽ കൈൻഡ് ഓഫ് ലിവിങ് റിലേഷൻഷിപ്പ് തന്നെയാണ്, പക്ഷെ അതിന് കുറച്ചും കൂടി വിശ്വാസവും അടുപ്പവും ഒക്കെ അതിൽ ചേർക്കുന്നുണ്ട്. കല്യാണം മാറി ഇനി അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തുമോ ഭാവിയിൽ? അങ്ങനെ തോന്നുന്നുണ്ടോ അപ്സരയ്ക്ക്? എന്റെ ഒരു എക്സ്പീരിയൻസിന്റെ പുറത്ത് ഞാൻ പറയാം, ഒരിക്കലും നമ്മൾ ഒരാളെ കണ്ട് ഇഷ്ടപ്പെട്ട ഉടനെ അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ നമ്മുടെ അങ്ങനെ വിവാഹം കഴിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും കഴിക്കരുത്. നമ്മൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ആരെയും പക്ഷെ നമ്മൾ കുറച്ചാൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് ഏകദേശം എന്താണ് അവരെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മളൊരു വിവാഹം കഴിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ മീഡിയാസ് അറിയും, നമ്മുടെ നാട്ടുകാരറിയും, വീട്ടുകാരറിയും, അല്ലെങ്കിൽ എല്ലാവരെയും, അതിൻ്റെ ആവശ്യമേ ഇല്ല. നമുക്ക് ഒരു പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സന്തോഷത്തിലും സുഖത്തിലും നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ നമുക്കൊരു കമ്പാനിയൻ നമുക്ക് വേണം. പക്ഷെ അത് നമ്മൾ ലോകം എല്ലാവരെയും അറിയിച്ച് ചെയ്യുമ്പോൾ നമുക്ക് നാളൊരു പർട്ടിക്കുലർ മൊമെന്റിൽ ഈ പറഞ്ഞ പോലെ ഇത് പറ്റുന്നില്ല എന്നൊരു സംഭവം വരുമ്പോൾ ഇതേ ആൾക്കാർ തന്നെ നമ്മളെ നമുക്ക് ഒരു ഫ്രീഡം, നമ്മളപ്പം സ്ട്രഗിൾ ചെയ്ത് സങ്കടപ്പെട്ട് തീരെ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ പണ്ടത്തെ കാലത്താട്ടെ. ഇപ്പൊ പിള്ളേര് കുറച്ചും കൂടി
ഇൻക്ലൂഡിങ് മീ, കുറച്ചും കൂടിയൊക്കെ അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, നമുക്ക് നമ്മുടെ ഒരു സമാധാനം വേണമെന്ന് വെച്ചിട്ട് സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ പണ്ടെന്ന് വെച്ചാൽ ഇതിൽ നിന്നേ പറ്റുള്ളൂ, അല്ലെങ്കിൽ സമൂഹം നമ്മളെ കൊല്ലും എന്ന് ഭയം കൊണ്ട് ഇത് കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഇപ്പോഴും ഒരുപാട് ആൾക്കാരുണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ പിള്ളേര് കുറെ മാറി. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയമായി ഇപ്പോ വിവാഹം എന്നൊരു സാധനത്തിനോട്, അല്ലെ ആ ഒരു ഒരു കോൺസെപ്റ്റിനോട് ഒരു ഭയം വന്നു. ഇപ്പോ ഭയമാണ് എനിക്ക്. കാരണം ഞാൻ അതിൽ നേരിടേണ്ടി വന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈവൻ എനിക്കിനി ലൈഫിൽ ഇപ്പം ഇനിയുള്ള പിള്ളേരോടാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു പാർട്ട്ണർ വേണം, അല്ലെങ്കിൽ ഒരു സുഹൃത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആയിക്കോ. പക്ഷെ ഒരിക്കലും അത് ലോകത്തെ എല്ലാവരെയും അറിയിച്ച് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം ചെയ്യരുത്. കാരണം എപ്പോഴും മനുഷ്യന്മാരാണ്, മാറാം, ഉറപ്പായിട്ടും മാറാം. അപ്പൊ അങ്ങനെ ഒരു മാറാം നിങ്ങൾക്കത് വേണ്ടാന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു ട്രോമ എന്ന് പറഞ്ഞാൽ, ട്രോമ മീൻസ് നമ്മൾ രണ്ടുപേരുടെക്കാൾ അല്ലെങ്കിൽ ആ രണ്ട് വ്യക്തികളെക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന പുറത്ത് നിൽക്കുന്ന ആൾക്കാർ നമുക്ക് തരുന്ന ഒരു ട്രോമയുണ്ട്. ഇപ്പൊ ഞാനിപ്പോ നേരത്തെ ആലോചിച്ചൊരു കാര്യം, ഇപ്പൊ ഒരു ആർട്ടിസ്റ്റിന്റെ കല്യാണം നടക്കാന്ന് വെച്ചാൽ ഒരു 50 ആൾക്കാർ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ 10 ആൾക്കാർ മാത്രമേ ഡിവോഴ്സ് ആയി പോയിട്ടുണ്ടായിരിക്കും. അത് നോർമൽ ആൾക്കാരും നടക്കുന്ന ഒരു കാര്യമാണ്. ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അത് മീഡിയയിൽ പബ്ലിസിറ്റിയിൽ വരുന്നു. ഇതെന്താ വെച്ചാൽ വിഷ്ണു ഏതും നോക്കും, ഏതൊരു ആർട്ടിസ്റ്റാണ് ഇന്നും സക്സസ് ആയിട്ട് വർഷങ്ങളധികം ജീവിച്ച് നന്നായി പോകുന്ന ഒരു ആർട്ടിസ്റ്റ് പോലും അന്ന് കല്യാണത്തിനടിയിൽ ഒരു പോസ്റ്റിന് താഴെ അവർക്ക് വരുന്ന കമന്റുകളിൽ ഇത് എത്ര കാലം പോകുന്ന കാണാം, ഇത് ഉടനെ 2 വർഷം തയ്ക്കില്ല. എന്തിനാണ്? എനിക്ക് മീഡിയയിൽ വരുന്ന വാർത്തകളെക്കാൾ കൂടുതൽ എനിക്ക് ദേഷ്യവും അമർഷവും വെറുപ്പും സങ്കടവും കരഞ്ഞിട്ടുള്ളത് അതിന് താഴെ കമന്റ് ഇടുന്ന ആൾക്കാരുടെ മീൻസ് അവര് ചിലപ്പോൾ അവർക്ക് ഈ വ്യക്തിയെ കുറിച്ച് ഒന്നും അറിയണ്ടാവില്ല. പക്ഷെ അവരെ കുറിച്ച് അവർ സ്ഥാപിക്കുകയാണ്, നീ അങ്ങനെയാണ്, നീ അങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ, അല്ലെങ്കിൽ നീ നാളെ അങ്ങനെ ആവും, നീ എനിക്ക് എൻ്റെ ലൈഫിൽ ഇപ്പൊ ഞാൻ തന്നെ ആരെങ്കിലും എനിക്ക് എതിരെ ഞാൻ ചിന്തിക്കുക പോലും ചെയ്യാത്ത ന്യൂസുകൾ വരുമ്പോൾ ഞാൻ കമന്റ് നോക്കാത്ത ഒരാളാണ്. പക്ഷെ ചിലപ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ട ചില സുഹൃത്തുക്കള്, ഭയങ്കര സ്നേഹമുള്ള സുഹൃത്തുക്കളുണ്ട്, ഈ കമന്റ് മാത്രം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയുന്ന സാധനങ്ങൾ പോലും ഇവരിതെടുത്തിട്ട് നീ കണ്ടാന്ന് വെച്ചാൽ അയച്ചു തരും. ഇവർക്ക് എന്നെ അറിയില്ല, എന്റെ ക്യാരക്ടർ അറിയില്ല, ഞാൻ എന്താണെന്ന് അറിയില്ല, ഞാൻ സ്ട്രഗിൾ ചെയ്തതിനെ കുറിച്ച് അറിയില്ല, ഞാൻ കരഞ്ഞതിനെ കുറിച്ച് അറിഞ്ഞില്ല, ഞാൻ അനുഭവിച്ചിട്ടുള്ള ആ ഒരു ട്രോമാസിനെ കുറിച്ച് ഇവർക്ക് അറിയില്ല. പിന്നെ എന്ത് ബേസിലാണ് ഇവർ ഈ ഒരു കമന്റ് ഇട്ടതെന്ന് എനിക്ക് അറിയില്ല. ഇപ്പൊ വിഷ്ണുവിനെ കുറിച്ച് ഒരു ന്യൂസ് വന്നു വെച്ചോ, ചിലപ്പോൾ സത്യം ഉണ്ടാവുമായിരിക്കാം, കള്ളം ഉണ്ടാവുമായിരിക്കാം. ഇപ്പൊ ഞാനും കാണും, മീഡിയയിൽ വരുമ്പോൾ ഞാൻ കാണും. പക്ഷെ ഇവനൊക്കെ ഇങ്ങനെ തന്നെയാണെന്ന് അങ്ങനെ ജഡ്ജ് ചെയ്ത് കമന്റ് ഇടാൻ ഞാൻ ആരാ? എനിക്ക് വിഷ്ണുവിനെ കുറിച്ച് എന്തറിയാം? ഇപ്പൊ മീഡിയയിൽ വരുന്ന എല്ലാ ന്യൂസ്, എനിക്ക് വിഷ്ണുവിനെ കുറിച്ച് ന്യൂസ് പറഞ്ഞൂടെ? ഇപ്പൊ വേണമെങ്കിൽ എനിക്ക് എന്റെ ഫോൺ, നമുക്കൊരു ഫോണും ഉണ്ട്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ ഒന്ന് പറഞ്ഞു, നമുക്ക് ഫോണും ഉണ്ട്, നെറ്റും ഉണ്ടെങ്കിൽ നമുക്ക് ആരെ കുറിച്ച് എന്തും പറയാവുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ വിഷ്ണു ഞാൻ ഇങ്ങനെ സംസാരിക്കുക, എനിക്ക് വേണമെങ്കിൽ തൊട്ട് താഴെ ഇറങ്ങി വിഷ്ണു എന്നോട് അപമര്യാദയായിട്ട് പെരുമാറി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫോൺ എടുത്ത് ലൈവ് ഇട്ടൂടെ? പക്ഷെ അതല്ലാതെ തെളിയിക്കാൻ വിഷ്ണു അനുഭവിക്കുക